നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 553rd day. ടുഡേ പ്രഥമസ്കന്ധ സെക്കൻഡ് ചാപ്റ്റർ 24th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 553 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. പാർത്ഥിവദ്ധാരുണോ ധൂമ തഥാഗ്നി സ്ത്രീമയാ, തമസസ്തു രജസ്തസ്മാത് സത്വം യം ബ്രഹ്മദർശനം. പാർത്ഥിവദ്ധാരുണോ ധൂമ തഥാഗ്നി സ്ത്രീമയാ, തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഓം തത്സത്. ഒരു ഉദാഹരണം, വളരെ നല്ലതായിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണ്. സത്വം രജസ്തമ ഗുണങ്ങളിൽ സത്വഗുണം എപ്രകാരം മഹത്തരമാണ് എന്ന് എടുത്തു കാണിക്കുവാൻ വേണ്ടി പറയുകയാണ്. പാർത്ഥിവാത് എന്ന് പറഞ്ഞാൽ ഈ പൃഥ്വി, ഭൂമിയിലുള്ള ഈ മരങ്ങൾ. ദാരുണം എന്ന് പറഞ്ഞാൽ മരങ്ങൾ. പൃഥ്വി ദാരുണം, ഭൂമിയിലുള്ള മരങ്ങൾ അഗ്നി ഉണ്ടാക്കുന്നില്ല. എന്നാൽ മരങ്ങൾ അടുക്കി കഷ്ണം കഷ്ണമാക്കി വെച്ചാൽ അതിൽ അല്പം പോലും അഗ്നി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നില്ല. എന്നാൽ ഈ രണ്ട് അഗ്നികളും പരസ്പരം കൂട്ടി, മരക്കഷ്ണങ്ങളും പരസ്പരം ഉരസുമ്പോൾ അതിൽ നിന്നും പുകയുണ്ടാകുന്നു. പുകയുണ്ടാകുന്നത്, മരങ്ങൾ വെറുതെ നിൽക്കുന്നത് തമോ ഗുണമായിട്ടും, ആ മരങ്ങൾ ഉരയുമ്പോൾ അതിൽ നിന്നും പുകയുണ്ടാകുന്നത് രജോ ഗുണമായിട്ടും, ആ പുകയുണ്ടായി അതിൽ നിന്നും അഗ്നി ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായി. അഗ്നി ഉണ്ടാകുമ്പോൾ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടി യാഗം ചെയ്യുകയും ചെയ്യുന്നു. അപ്രകാരം ജഡങ്ങളായിട്ടുള്ള ആ മരങ്ങൾ ഉരസുമ്പോൾ അതിൽ നിന്നും അഗ്നി ഉണ്ടാകുന്നത് പോലെ തമോ ഗുണം ജഡതത്വനെയും രജോ ഗുണം അത് ഉരയുന്നതിനെയും അതിൽ നിന്നും പുകയുണ്ടായി ധൂമം ഉണ്ടാകുന്നത്. തസ്മാത് അഗ്നി സ്ത്രീമയ. ധൂമമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് എന്തായാലും ഇതാ അഗ്നി ഉണ്ടാകാൻ പോകുന്നു, അത് ആ യാഗത്തിന് നമ്മളെ സഹായിക്കാൻ പോകുന്നു, യാഗം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള മാതിരി ധൂമമുണ്ടാകുമ്പോൾ, സത്വഗുണമുണ്ടാകുമ്പോൾ അതിൽ നിന്നും അഗ്നി ഉണ്ടാകും. നമുക്ക് ആ പരമാത്മാവിനെ പ്രാപിക്കുവാനുള്ള അഗ്നി, അതായത് ശക്തി നമ്മളിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സത്വഗുണപ്രധാനിയായിട്ടുള്ള വിഷ്ണു ഭഗവാനെ പ്രാപിക്കാൻ അത്യധികം ഗുണം ചെയ്യുന്നത് സത്വഗുണമാണ്. വിഷ്ണു ഭഗവാനെ പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് സത്വഗുണമാണ് ഉപകാരപ്രദം. സത്വഗുണമായിട്ടുള്ള ആ ഭഗവാനെ പ്രാപിച്ചാൽ നമുക്ക് സംസാരം, ജനന മരണ ദുഃഖഹേതുവായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്നും പരമമായ ശാന്തി ലഭിക്കും, മുക്തി ലഭിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ബ്രഹ്മാനന്ദാനുഭവം ഉണ്ടാകണമെങ്കിൽ ആ സത്വഗുണപ്രധാനിയായിട്ടുള്ള ഭഗവാനെ തന്നെ ഭജിക്കണം എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. മരങ്ങൾ ഉരയുമ്പോൾ അഗ്നിയുടെ ലാഞ്ചനം പോലും ഇല്ലാത്ത മരങ്ങൾ മുറിച്ച് അടുക്കി വെച്ചാൽ അതിൽ അഗ്നിയുടെ അംശം പോലും ഇല്ല. എന്നാൽ അവ പരസ്പരം ഉരസുമ്പോൾ ആ രജോ ഗുണത്തിൽ നിന്നും സത്വഗുണമായിട്ടുള്ള പുകയുണ്ടാവുകയും പുകയിൽ നിന്നും അഗ്നി ഉണ്ടായി പരമമായ യാഗം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നത് പോലെയാണ് തമോ ഗുണത്തിൽ നിന്നും ഉയർന്ന് രജോ ഗുണത്തിൽ നിന്ന് ഓം ശ്രീകൃഷ്ണായ നമഃ രജോ ഗുണത്തിൽ നിന്നും സാത്വിക ഗുണത്തിലേക്കും ഉയർന്ന്
പരമമായ മുക്തി ലഭിക്കുവാനുള്ള സാഹചര്യം നാം സ്വയം ഉണ്ടാക്കണം എന്നാണ് ഇതിലേക്കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പാർത്ഥിവദ്ധാരുണോ ധൂമ തസ്മാദഗ്നിസ്ത്രീമയ തമസസ്തു രജസ്തസ്മാത് സത്വം യദ്ബ്രഹ്മദർശനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.